ഹായ് ഗായ്സ്, ഞാൻ നിൽക്കുന്നത് ഡി ഹൈനാഡോ ഐലൻഡിലാണ്. ഹായ് ഗായ്സ്, നമ്മളിന്ന് പോകുന്നത് ബ്യൂട്ടിഫുൾ ഐലൻഡിലാണ്. കാരണം ഈ ഐലൻഡിൽ അപൂർവം ടൂറിസ്റ്റ് മാത്രമേ പോകാറുള്ളൂ. കാരണം ചെറിയൊരു ഐലൻഡാണ്, ഹിഡൻ പ്ലേസ് ഇല്ല. കാരണം മിക്കൽസൺ ഹാർബർ എന്നുണ്ട്. ഹാർബറിൻ്റെ ഉള്ളിൽ ട്രിനിറ്റി എന്നുള്ള ദ്വീപുണ്ട്, ചെറിയൊരു ദ്വീപ്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്ഥലമാണ്, അത് ചെറിയൊരു ദ്വീപാണ്, ഐലൻഡാണ് നമ്മൾ ഡി ഹൈനാഡോ ഐലൻഡ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 1 കിലോമീറ്റർ നീളമേ ഉള്ളൂ. പിന്നെ ഫുള്ളും പെൻഗ്വിനും സീലും ഇതൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. പക്ഷെ ഇത് വീട്ടിൽ നിന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൽ ഇറങ്ങാം. അവിടെ ബോട്ടിൽ പോയി ഇറങ്ങി ഉള്ളിൽ നമുക്ക് പോകും. മഞ്ഞിൽ കൂടെ ചവിട്ടി പെൻഗ്വിൻ്റെ അടുത്തൂടെ പോകും. അതാണ് പ്രത്യേകത. പക്ഷേ ഈ ഡി ഹൈനാഡോ ഐലൻഡ് എന്ന പേര് കിട്ടാൻ വേറെ എന്തൊക്കെ പറഞ്ഞു. ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഇത് പണ്ട് 1908-10 പണ്ട് ഫ്രഞ്ച് പരിവേഷണ സംഘമാണ് മറ്റേ കപ്പലിൽ ഒരു രാജ്യം കണ്ടുപിടിക്കാൻ പോവുക. ആ ടീമുകൾ ഇവിടെ പോയപ്പോൾ ഇത് കണ്ടുപിടിച്ചു. അപ്പോൾ അത് കണ്ടുപിടിച്ചപ്പം ഒരു മാപ്പിലാണ് ആഡ് ചെയ്തത്. പിന്നെ ഈ പേര് വരാൻ കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം 1952 ചില്ലിയൻ പരിവേഷണ സംഘമുണ്ട്. സോ ഇവർ ടീം 6ാമത് പോയതപ്പോഴാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചിട്ട് അതിൽ അവരെ റെഫ്യൂജി ക്യാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ക്യാമലിൻ്റെ പേരിട്ട്. ക്യാമലിൻ്റെ പേരെന്ന് വെച്ചാൽ ലഫ്റ്റനന്റ് ലാഡിസ്ലാവോ ഡി ഹൈനാഡോ എന്ന ആളുടെ പേരാണ് ഈ ഐലൻഡിൻ്റെ പേരിട്ടത്. പക്ഷെ അതിനുശേഷം ഇവിടെ അർജന്റീനയിൽ ഒരു റെഫ്യൂജി ക്യാമ്പുണ്ട്. അങ്ങനെ ചെറിയ റിസർച്ചിങ് സെൻറ്റർ അങ്ങനത്തെ ഇതൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ബേസിക്കലി ഇപ്പോൾ ഇത് നമ്മൾ ചില്ലിയൻ റിസർച്ചിങ് സെൻറ്ററാണ്. പക്ഷേ ഇവരുടെ വീട്ടിൽ എന്ന് വെച്ചാൽ ഫുള്ളും ഒരു സൈഡിലും എന്താ പറയുക കടൽ, 3 സൈഡിലും മറ്റൊന്ന് മല എന്ന് വെച്ചാൽ മഞ്ഞ് ഫുള്ളും നിറഞ്ഞൊരു മല. സോ ഈ സ്ഥലത്താണ് നമ്മൾ പൊതുവെ കണ്ടാമലയുടെ മുകളിലാണ്. സോ നമ്മൾ ബോട്ട് അവിടെ കിടക്കാൻ ഇവിടെ ആഴം കുറവാണ്. സോ നമ്മൾ ബോട്ട് കറങ്ങിയ വരണം. കാരണം മഞ്ഞും ഇവിടെ ഫുള്ളും മറ്റേ പാറകളാണ് കടലിനുള്ളിൽ. സോ നമ്മൾ സ്റ്റക്കാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ എക്സ്പെഡീഷൻ ലീഡേഴ്സ് ചെക്ക് ചെയ്തിട്ട് ഈ അക്കൗണ്ട് കണ്ടുപിടിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നല്ല കാറ്റും ഉണ്ട്. പക്ഷെ വീട്ടിൽ നിന്ന് ഭയങ്കര ക്യൂരിയോസിറ്റി അവിടെ ഇറങ്ങുന്ന. പക്ഷേ നമ്മളവിടെ പോകുമ്പം അതിനുമ്പോൾ നമ്മൾക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട്. സോ നമ്മൾ ഷൂസിലാണ് ബ്ലാക്ക് ഷൂസാണ്, വെള്ളം കയറാൻ പാടില്ല, മഞ്ഞുള്ളിൽ പോകാൻ പാടില്ല. ആ ഒരു ട്രെയിൽ ലൈനുണ്ട്, അത് ഇത് നടന്നു പോകുന്നുണ്ടോ അതുപോലത്തെ ലൈനിൽ കൂടെ നടക്കാവും. വേറെ വഴി കൂടെ നമ്മൾ നടക്കാൻ പാടില്ല. പിന്നെ പെൻഗ്വിനെ ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറേ പ്രത്യേകത ഗൈഡ് ലൈൻസ് ഒക്കെ തന്നിട്ടാണ് നമ്മൾ വിടുന്നത്. സോ ഈ റെഡ് കളർ കാണുന്നത് നമ്മൾ എക്സ്പെഡീഷൻ ടീം. ആക്ച്വലി ഐ ഡോണ്ട് ലൈക്ക് ടു ഷോ എനി വൺ ഫേസ്. അത് നല്ലതല്ല. ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആരെ ഫേസ് എനിക്ക് ഇഷ്ടമല്ല. എനിവേ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ലാൻഡ്. നമ്മൾ എങ്ങനെയാണ് ഇറങ്ങിയെന്ന് ഡെമോൺസ്ട്രേഷൻ അവർ കാണിച്ചു തരുന്നത്. This crab? No. Nope. You can head on up to Joe. They can. Hello. Welcome to Dehano Island. So the main thing we have to see here are the Gentoo penguins. So we have a trail going up the snow there, as you can see. Stay on that trail, don't step off the trail, kind of be on that nice firm bit of snow that has been stamped down already. Beautiful viewpoint from up at the top, lots to see up there. Go as far as the orange crosses there. Just follow the orange sticks, don't go beyond the crosses. These are whale bones. These like debris on the beach here. Some of these are from blue whales. 100 years ago they were here. So be careful with them. Don't sort of sit on them or lean on them or anything like that. Don't stand on them. Just be careful with that. Follow the trail. If you see penguins coming, give them some space, let them go through. Otherwise enjoy yourselves. Come back here in like an hour. സോ എൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഗോപ്രോ ഒരു കയ്യിൽ പിടിക്കും, മൊബൈലെടുത്ത് ഫോട്ടോ എടുക്കാറ്. സോ രണ്ടും കൂടെ ഒരുമിച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. സോ ഞാനത് എൻ്റെ ജാക്കറ്റിൽ വെച്ചിരിക്കുക.
ഇതിന്റെ ഇടയ്ക്ക് ഗ്ലൗസ് ഉണ്ട്. നിങ്ങളൊക്കെ നല്ല വെട്ടം ഉണ്ടല്ലോ, എന്തിനാ ഗ്ലൗസ് ഇടുന്നു? ആക്ച്വലി മഞ്ഞും ഉണ്ടോ, 4 സൈഡ് മലയും മഞ്ഞും ഇതൊക്കെ, കാറ്റും, നല്ല തണുപ്പാ, ഫ്രീസാണ്, പെട്ടെന്ന് ഫ്രീസ്. സോ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ നമ്മൾ ഫോട്ടോ എടുക്കുക മൊബൈലിൽ, ഫിംഗറൊന്നും പതിയില്ല. ഭയങ്കര റിസ്ക് ആണ് ഗോപ്രോ ഈ മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. ഗ്ലൗസ് വരാന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ കൈ ഫ്രീസാണ്, തണുത്ത കാറ്റടിക്കുന്നു. മഞ്ഞ ഇവിടെ മുഴുവൻ മഞ്ഞായിരുന്നു വിന്ററിൽ, അതൊക്കെ മെൽറ്റ് ആയതാണ്. സ്നാവ് നമുക്ക് വേണ്ട, നോർമലായിട്ട് ഞാൻ പെങ്കിൻസിനെ കാണിച്ചത്. ഇവിടെ മെയിൻലി ഉള്ളത് ജന്തുവാണ്. അതുകൊണ്ട് ഇവർക്ക് മനസ്സിലായി ഇവരെ കാണാനാണ് നമ്മൾ വരുന്നത്. അതിന്റെ ആഡംബരം ഉണ്ട്. നോക്കി, ഫോട്ടോയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന രീതിയെ കൊണ്ടുണ്ട്. നോക്കി, ഈ 2 സ്റ്റെമ്പ് വെച്ചിരിക്കുന്ന സ്റ്റിക്ക്, ഇത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പാടില്ല. അങ്ങോട്ടേക്ക് നമ്മളെല്ലാരും ആക്ച്വലി ഇതെല്ലാം വെയില് കൊള്ളുന്നതാണ് എന്റെ വിശ്വാസം. സോ ഇടതുവശത്ത് കണ്ടായിരുന്നു. പിന്നെ ഫുഡ്, ഇത് കൊഞ്ചും മീനൊക്കെ തിന്നിട്ടേ, കൊഞ്ചും മീനൊക്കെ തിന്നിട്ട് ടൂർ നരച്ചിരിക്കുക. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത്, ഫോട്ടോസ് കാണിച്ചു. ഞാൻ പറഞ്ഞില്ലേ, തിമിംഗലത്തിൻ്റെ എല്ല് ഇത്രയും വർഷത്തെ പഴക്കമുള്ളൂ, ഫ്രീസായി കിടക്കുക. അത് ഇത്ര വർഷമായിട്ട് അത് ജീർണിച്ചിട്ടില്ല. പക്ഷെ ഇതൊന്നും എടുത്തുകൊണ്ട് കേരളത്തിൽ കൊണ്ടുപോയി നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ 1 കോടിക്ക് മേളിൽ കിട്ടും. കാരണം ഇത് പഴക്കം ചെന്നും കൂടും, ഇതിൻ്റെ പ്രൈസ് വാല്യൂ കൂടും. ഇത് ഇത്രയും വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. ഇത്രയും വലിയ എല്ലാവരും അവരുടെ നട്ടല്ലൊക്കെ നോക്കി, ഇതൊക്കെ കാണാൻ കിട്ട ഭാഗ്യം. ഓ മൈ ഗോഡ്. ഇവിടെ എല്ലാം ഫോട്ടോ പോയിന്റാണ്. ഇത്ര അടുത്ത് പെങ്കിനെ കാണാൻ ആദ്യമായിട്ടാണ്. പക്ഷെ ഇതാണ് ജെന്റു പെങ്കിന്. പക്ഷെ ഇത് കണ്ടില്ല, അതിൻ്റെ ബോഡി ഡൗണിൽ ഫ്രണ്ടിൽ വന്നിട്ട് വൈറ്റും ബാക്കിൽ ബ്ലാക്കും, പിന്നെ ഹെഡിലൊരു ചെറിയൊരു മാർക്ക് കാണാൻ വൈറ്റും, പിന്നെ ലിപ്സ് എന്ന് റെഡ് അല്ലെങ്കിൽ പിങ്ക്, കാലാണെങ്കിൽ പിങ്ക്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ഇതൊരു 8 kg ഒക്കെ വരത്തുള്ളൂ. അടുത്ത ഫോട്ടോ എടുക്കാനുള്ള ശ്രമമാണ്. ഗ്ലൗസ് വീഴുന്നു, അതാണ് ശ്രമം. അല്ലാതെ ഒന്നും കൈയൊന്നും നിറയില്ല, ഫിംഗറൊന്നും പതിയുന്നില്ല, വർക്കാവുന്നില്ല. Let's go. ഇതാണ് അത്രയും വലിയ എല്ല്. ഇതൊന്ന് പണ്ടത്തെ എക്സ്പെഡിഷൻ ടീമിന്റെ ബോട്ടുണ്ട്. സെല്ലിന്റെ വലിപ്പം നോക്കി, ആനയെ നെല്ല് പോലെ ഉണ്ട്. ഒന്നടുത്ത് പോക്കേറ്റിട്ടൊന്ന് പോയാൽ എക്സ്പെഡിഷൻ ലീഡർ വെച്ച് സ്റ്റിക്ക് എടുക്കുന്നു, സ്ലിപ്പറി ഉണ്ട്, ഒന്നും പറഞ്ഞ് കുഴപ്പമില്ല. സോ ഈ ട്രെയിൽ വഴി കൂടെയാണ് പോകേണ്ടത്. ഇത് കണ്ടോ, അടുത്തൊരു തിമിംഗലത്തിന്റെ എല്ലാം കിടക്കുന്നുണ്ട്. ഈ വെള്ളമൊക്കെ ഇവിടെ നിന്ന് വരുന്നതാണോ അത് എല്ലിന്ന് വരുന്നതാണെന്ന് അറിയത്തില്ല. ഒരു വേറൊരു ഫോട്ടോ നോക്കി, ഒരു പെയിൻറ്റിങ് വരും. ഫുള്ള് ഫോക്കസ് ആണ് ചെയ്യുന്നത്. പുള്ളി ഫോട്ടോ എടുക്കുന്നത് പുള്ളിക്ക് മനസ്സിലായി. ഫുൾ ഫോട്ടോ ഫോക്കസ് ചെയ്യുക.
സോ ഇന്ന് പെൻഗ്വിൻ കോളനി കാണിച്ചു തരാം. സോ ഇതൊക്കെ സ്റ്റേ ചെയ്യുന്നത് മലയുടെ മുകളിലാണ്. കാരണം ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ താഴെ സ്റ്റേ ചെയ്യണമെങ്കിൽ കടൽ വെള്ളം വരും, പിന്നെ ചെറിയ ചെറിയ എന്താ പറയുക ക്രാബ്, പിന്നെ സീല്, ഇതൊക്കെ വന്ന് ഇതിന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് മലയുടെ മുകളിലാകുമ്പോൾ ഇതൊന്നും അറ്റാക്ക് ചെയ്യത്തില്ല. സോ പിന്നെ എന്താ പറയണ കുറച്ച് പ്രൊട്ടക്ഷൻ അവിടെ കുറച്ച് കൂടുതലാണ്. പെട്ടെന്ന് മഞ്ഞ് ഉരുകും. ആക്ച്വലി ഇത് വിന്റർ സമയത്ത് ഇവിടെ കാണത്തില്ല, സമ്മർ സമയത്ത് മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ആക്ച്വലി ഇപ്പൊ എൻ്റെ ഫീലിംഗ് എന്ന് വെച്ചാൽ നല്ല നാറ്റമുണ്ട്. കാരണം നമ്മൾ നല്ല മീനൊക്കെ കഴിച്ചിട്ടേ തൂറിയ സ്മെല്ലുണ്ടല്ലോ, കറക്റ്റ് നല്ല നാറ്റമാണ്. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല മഴ അടിച്ചിട്ട്. നമ്മളതിൻ്റെ മൂക്കൊക്കെ അടച്ചു വെച്ചിരിക്കുന്ന കണ്ണ് മാത്രമേ കാണുള്ളൂ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നല്ല നാറ്റമുണ്ട്. ഇതാണ് ഇതിന്റെ കോളനി. ഇവിടെ ഫുള്ളും മഞ്ഞ് വെൽറ്റ് ആവുന്നുണ്ട്. Angela, step back on the side. And the side. On the side, bro. Yeah, give space. Angela, give space. ഇങ്ങോട്ടേക്ക് പുള്ളി എഴുതി പോയി. നമ്മൾ നടക്കുമ്പോൾ ഈ ലൈനിൽ കൂടെ മാത്രമേ നടക്കാമെന്ന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ നമ്മൾ വേറെ ലൈനിൽ ചവിട്ടിപ്പോയി കഴിഞ്ഞാൽ അവിടെ കുഴിയായി കഴിഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ കുറച്ച് ഇത്രയും ഒരടി എത്ര പറ്റുള്ളല്ലേ, 15 മീറ്റർ ഒക്കെ ഉള്ളു, ചെറുതല്ലേ. അപ്പോൾ ഈ നമ്മൾ ചവിട്ടി ഉണ്ടാക്കുന്ന കുഴി വിഴുന്നു കഴിഞ്ഞാൽ ഇതിന് കര കയറാൻ പറ്റില്ല, കൈയില്ലാത്തതുകൊണ്ട് കയറിപ്പോകാൻ പറ്റില്ല. സോ അത് അവിടെ കിടന്ന് സ്റ്റക്കായി മരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രം നമ്മളൊരു വഴി മാത്രമേ യൂസ് ചെയ്യാവൂ. വേറെ നമ്മൾ വഴി കൂടെ പോയി പറ്റുന്നത് മഞ്ഞിൽ ഹോൾ ഉണ്ടാക്കി കുഴി ഉണ്ടാക്കി അങ്ങനത്തെ പരിപാടി നമ്മൾ ആ ഒരു ലൈനിൽ മാത്രമേ നിൽക്കാവൂ. പിന്നെ ഇത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ എക്സ്പെഡിഷൻ ലീഡറെല്ലാം എന്തിനാ കവർ ചെയ്യും, വലിയൊരു ഹോൾ ഉണ്ടാക്കി. ഈ സമയങ്ങളായത് ബ്രീഡിങ് ടൈം, അതായത് നവംബർ ടു മാർച്ചിലാണ് ഇത് മുട്ടയിട്ട് അടയിരിക്കുന്നത്. പക്ഷെ ഇത് അടയിരിക്കുന്ന നമ്മൾ താഴെ കണ്ടില്ലേ ചെറിയ ചെറിയ കല്ല്, അത് ഇവര് കപ്പിൾസ് പോയി എടുത്ത് വരുന്നത് എടുത്തുള്ളത്. ഒരു 10-12 കല്ല് റൗണ്ടാക്കി വെച്ച് അതിൻ്റെ ഉള്ളിൽ മുട്ടയിട്ട് അതിലാണ് അടയിരിക്കുന്നത്. സോ ബേസിക്കലി പെണ്ണാണ് അടയിരിക്കുന്നത്, ആണ് പോയി ഫുഡ് തേടിയിട്ട് കൊണ്ടുവരും. അന്ന് മാറിയിരിക്കും. കാറ്റും മഴയത്തല്ല ഇത് അവിടെ ഇരുന്നു അടയിരുന്ന് കുഞ്ഞു വരും. ഇവിടെ ഇപ്പൊ നല്ല കാറ്റടിക്കുന്നുണ്ട്. Just no, you can go. No, we can't go. It's not allowed to go because the only way to go. You can just let it back. Yeah, he got just up. Wow. Put it in the pocket. Very deep. I'm crying, bro. People crying. What are you humans doing?
ഇതാണ് ഞാൻ പറഞ്ഞ ഐലൻഡ്. ഇതാണ് നമ്മൾ വന്ന വഴി. സോ അത് കണ്ടോ, 4 സൈഡിലും 3 സൈഡിലും മഞ്ഞുമല. ഈ സൈഡിൽ സൂര്യനുണ്ട്. ഇത്രയും വെട്ടം ഉണ്ടെങ്കിൽ നല്ല എന്തുവാ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുക ടെമ്പറേച്ചർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മെൽറ്റ് ആവുന്നുണ്ട്. മഞ്ഞ് കണ്ടോ. അങ്ങോട്ടേക്ക് ഇതിനെ കാണാൻ നമ്മൾ ഇവിടെ വരുന്നത്. ആക്ച്വലി ഇത് ഇവിടെ കോളനി തന്നെ 1000-ന് മേളില ഫാമിലീസ് സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ ഇതിനെ കാണാൻ വരുമ്പോൾ അതിനൊരു ഫീലിംഗ് ഉണ്ടാവില്ലേ, ഇവരൊക്കെ എന്തിനാ നമ്മൾ നോക്കുന്നത്. അത് ഈ ഐലൻഡ് ഈ അന്റാർട്ടിക്കയില് ഭൂഖണ്ഡത്തില് പെൻഗ്വിൻ മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതലുള്ളത്. ബാക്കിയുള്ള സീൽസും പിന്നെ ബേഡ്സ് ഒക്കെ ഉണ്ട്. എന്നാലും ഇതാണ് ഇവിടുത്തെ അട്രാക്ഷൻ, മെയിൻ അട്രാക്ഷൻ. സ്റ്റിക്ക് എടുത്തോണ്ട് വരാത്തതിന്റെ നഷ്ടം ഇപ്പൊ മനസ്സിലായി. പോൾ സ്റ്റിക്കിന്റെ ഗുണം മനസ്സിലായി. സ്ലിപ്പ് വരാതിരിക്കാണ്ട് സ്റ്റിക്ക് നമുക്ക് കുത്തി പോകും. അവർക്കൊന്നും നടക്കാൻ പറ്റില്ല, നല്ല സ്ലിപ്പാവുന്നു. ഇവിടുന്ന് വേറെ പ്രശ്നം പറയാം, തണുപ്പിടിച്ചിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങി. കാരണം തണുപ്പ് മണ്ടേ കയറിക്കൊണ്ടിരിക്കുക. ഇത്രയും തണുപ്പ് കുറച്ച് നടക്കുന്നുണ്ട്, നമുക്ക് അത്ര ഫീൽ ആവും. They said walk like this and you go. Not okay. Sleeping.
ഇതൊരു ഞാൻ കാര്യം കാണിച്ചിരുന്നു. ആകാശത്ത് നോക്കി അവിടെ ഈ ഭൂമി ഞാൻ നിൽക്കുന്ന സ്ഥലം ഒരുപോലെ ഇരിക്കുക, ഫുള്ള് വെള്ളം, ഈ വെള്ളം നീല കളർ. അപ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് തുറന്നു കഴിഞ്ഞാൽ കൺഫ്യൂസ്. സോ ഇതോ കാണുന്നതിന് അർജന്റീന സ്ഥാപിച്ച റെഫ്യൂജി ക്യാമ്പ് എന്ന് പറയുന്നത്. സോ അവിടെ അതിന് ചുറ്റും ഇതുപോലെ പെൻഗ്വിനും പിന്നെ സീലും ഉണ്ട്. അവിടെ ചെറിയൊരു തടാകം പോലെ ഉണ്ട്. ഈ മഞ്ഞ് മുഴുവനും ഉരുകുന്ന സ്ഥലമാണ്. അവിടെ ജസ്റ്റ് ഒന്ന് കർവുണ്ട്. ഇതാണ് റെഫ്യൂജി ക്യാമ്പ്. ഇവിടെ ആളുകൾ സ്റ്റേ ചെയ്യുന്നുണ്ട്. മഞ്ഞുകാലത്ത് കുറച്ച് ടഫാണ്. ബേസിക്കലി ഇവിടെ 2 കോളനികളാണുള്ളത്. അത് 2 മലയുടെ മുകളിലാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ റോക്ക് പാറയുടെ മുകളിൽ, ഒന്ന് ഇവിടെയും ഒന്ന് നമ്മളെ ലെഫ്റ്റ് സൈഡിലാണ്. സോ ഇവിടെ കുറച്ച് ഒരു 10-500 ഫാമിലി സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പം ഏതാണ്ട് കുഞ്ഞുങ്ങൾ മുട്ടയ്ക്ക് അടയിരിക്കാം. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതാണ് ആ ബ്യൂട്ടി. ഇത് കണ്ട ഒരു സെപ്പറേറ്റ് സ്റ്റേ ചെയ്യുന്ന ഫാമിലി ആയിട്ട്. ഇവിടെ നിന്ന് കാണുമ്പോൾ എന്തോ കട്ട ഫീലിംഗ്, വിഷമം. ഇതിന് ഫുഡ് കിട്ടൂ, ഇതെങ്ങനെ ഇവിടെ ജീവിക്കുന്നൊക്കെ നമുക്ക് തോട്ട് വരും. ഇതാണ് ലൈഫ്. എൻ്റെ ക്രൂസ് ഉണ്ട്, അതാണ് എൻ്റെ ക്രൂസ്. സോ അവിടെ നമ്മൾ റൗണ്ട് വളഞ്ഞാണ് വരുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് പെൻഗ്വിൻ ഇറങ്ങി. ഇതിന്റെ മൂവ്മെന്റ് ഒക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് സ്ലോ അല്ലേ? സ്ലോ ആയിട്ടാണ് മൂവ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. അതിന് മണ്ടേ നോക്കി.
Yeah. Let's go. This is a place where the lady this place is like ഇതുണ്ട്. ഇതാണ് ഇതിന്റെ ബേസിക് കോളനീസ്. ഇതിന് മെയിലൊക്കെ പോയിട്ട് ഫുഡ് തേടി പോയിട്ട് മുകളിലിരിക്കുന്നുണ്ട്. ഇത് അടയിരിക്കുന്നതാണ്, മുട്ടയുടെ മുകളിൽ അടയിരിക്കുന്നതാണ്. ഇതിന്റെ ഇടയിൽ മുട്ടയെ കാണും. മുട്ടയും കുഞ്ഞു ചിലപ്പോൾ കുഞ്ഞു കാണും. അവിടെ ഇരിക്കുന്നുണ്ടോ കല്ലിങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നേ. സോ ആ സൈഡിൽ നല്ല രസമായിട്ടിരിക്കുക. ഇത് മുഴുവൻ അഴുക്കായിരിക്കുന്ന ഉള്ളിൽ നല്ല മണം അടിക്കുന്നുള്ള കാറ്റടിച്ചിട്ട്. എന്താ പറയുക, ഇതൊക്കെ എന്നെ എന്റർടൈൻമെന്റ് കാണിച്ചിട്ട് കൂടെ ഉണ്ട് കട. let's go on top and